ഹായ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ എം ടെക്കിൻ്റെ മൊഡ്യൂൾ 2 ക്ലാസ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോപ്പുലേഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മീൻ, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ആ രണ്ട് ടൈപ്പ് ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടൈപ്പ് 1, ടൈപ്പ് 2 എറേഴ്സ്, അതുപോലെ തന്നെ ടെസ്റ്റസ് ഓഫ് സിഗ്നിഫിക്കൻസ്, മീനും വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കൈ സ്ക്വയർ ടെസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോബബിലിറ്റി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ സാധ്യത അല്ലേ? അപ്പം ഇനി നമുക്കൊരു ചെറിയ കാര്യം, ഇപ്പോൾ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, എനിക്കൊരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റിൻ്റെ മീൻ അല്ലെങ്കിൽ ഒരു ആവറേജ് കണ്ടുപിടിക്കണം. ഞാനത് എന്ത് ചെയ്യും? അപ്പം ഞാൻ ഒന്നുകിൽ എനിക്ക് എല്ലാ കുട്ടികളുടെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മീൻ, ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മറിച്ച് ഞാൻ പറയുന്നു, ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ഒരു അടുത്തുള്ള ആ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ഫുള്ള് കോളേജിലെയും കുട്ടികളുടെ ഹൈറ്റിൻ്റെ ആവറേജ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊരു വലിയ സംഖ്യയായി മാറുമല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓരോ സാമ്പിളുകൾ എടുക്കും. സാമ്പിളുകൾ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആ പോപ്പുലേഷൻ്റെ മീൻ എന്ത് ചെയ്യും? പ്രെഡിക്റ്റ് ചെയ്യും. ആ ആ അങ്ങനെയൊക്കെ ഉള്ള കേസുകളിലാണ് നമുക്ക് ഈ പ്രോബബിലിറ്റിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ എന്താണ് പോപ്പുലേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താ പോപ്പുലേഷൻ? നമ്മൾ എന്തിൻ്റെ പ്രോബബിലിറ്റി ആണോ കണ്ടുപിടിക്കാൻ പോണത്, ആ ഹോൾ ഫാമിലിയാണ് എന്തെന്ന് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓൾ ഐറ്റംസ് ഇൻ എനി ഫീൽഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ പോപ്പുലേഷൻ. എ പോപ്പുലേഷൻ മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. അത് ഫൈനൈറ്റ് ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഇൻഫൈനൈറ്റ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ എന്താണ്, ക്യാപിറ്റൽ N ആണ് അതിൻ്റെ ഒരു എന്തെന്ന് പറയുന്നത്, ഡിനോട്ട് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറയുന്നത് നമ്പർ ഓഫ് എന്താണ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾസ് എന്തായാലും. അങ്ങനെ അതുപോലെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നമ്മൾ അതിൻ്റെ മീനും വേരിയൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു പോപ്പുലേഷൻ്റെ മീൻ, വേരിയൻസ് അങ്ങനെയൊക്കെ ഉള്ള ആ ക്യാരക്ടറിസ്റ്റിക്സിനെ പറയുന്ന പേരാണ് എന്ത്? പാരാമീറ്റേഴ്സ് എന്ന് പറയും. പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇതേ കാര്യം തന്നെ നമുക്ക് എവിടെയും പഠിക്കാനുണ്ട്, സാമ്പിളിലും പഠിക്കാനുണ്ട്. സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ്റെ ഒരു പാർട്ട്. സാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് എ പോപ്പുലേഷൻ വിച്ച് സെലക്ട് അക്കോർഡിംഗ് ടു സം വാല്യൂസ്. നമുക്ക് പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സാമ്പിള് ഉപയോഗിച്ച് സാമ്പിളിൻ്റെ ഈ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? ഈ മീൻ, വേരിയൻസ്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? മീൻ, വേരിയൻസ് എന്ന് വിളിക്കുമെങ്കിൽ സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നതെന്ന് അറിയാവോ? സ്റ്റാറ്റിക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ സാമ്പിൾ എന്ന് പറയുന്ന പുള്ളിക്കാരൻ 2 ടൈപ്പ് ഉണ്ട്. ലാർജ് സാമ്പിളും ഉണ്ട്, അതുപോലെ തന്നെ സ്മാൾ സാമ്പിളും ഉണ്ട്. N എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ N ആയിട്ട് എടുക്കുന്നത് ഈ സാമ്പിളിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസിനെയാണ് നമ്മൾ സ്മോൾ N എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സ്മോൾ N ഗ്രേറ്റർ ദാൻ 30 ആവുകയാണെങ്കിൽ സാമ്പിളിനെ എനിക്ക് ലാർജ് എന്ന് പറയാം. സ്മോൾ N എന്ന് പറയുന്നത് ലെസ് ദാൻ 30 ആണെങ്കിൽ സാമ്പിളിനെ എനിക്ക് സ്മാൾ എന്ന് പറയാം. അതുപോലെ തന്നെ പറയേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ എല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഗ്രീക്ക് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും, ഗ്രീക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. സാമ്പിളിൻ്റെ ക്യാരക്ടേഴ്സിനെയെല്ലാം നമ്മൾ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യും? ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓർത്തോണം, ഇവിടെ എന്നും ഇവിടെ ഒരു സ്മോൾ എന്നും ഉണ്ട്. അത് ക്യാപിറ്റൽ ആണെങ്കിൽ പോപ്പുലേഷനും, സ്മോൾ ആണെങ്കിൽ സാമ്പിളും ആയിരിക്കും. അതർവൈസ് ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീക്ക് ലെറ്റേഴ്സും, നമ്മുടെ സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുമായിരിക്കും നൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇനി ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഓരോന്നിനെയും നൊട്ടേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, നൊട്ടേഷൻസ് എങ്ങനെയാണ് വന്നേക്കുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്? മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പ്രൊപ്പോർഷൻ, അങ്ങനെയൊക്കെ ഉള്ള വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? ഗ്രീക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ച് യൂസ് ചെയ്യുക. സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? നൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ മീൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മ്യൂ വെച്ച് നൊട്ടേറ്റ് ചെയ്യും. സാമ്പിളിൻ്റെ ആണെങ്കിൽ X ബാർ വെച്ച് നൊട്ടേറ്റ് ചെയ്യും.
വേരിയൻസ് എന്നുള്ളത് പോപ്പുലേഷൻ്റെ ആണെങ്കിൽ സിഗ്മ സ്ക്വയർ എന്ന് നൊട്ടേറ്റ് ചെയ്യും, സാമ്പിളിൻ്റെ ആണെങ്കിൽ എസ് സ്ക്വയർ എന്ന് നൊട്ടേറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ്റെ ആണെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആയിരിക്കും. വേരിയൻസിനെ നമ്മൾ വാർ എന്നായിരിക്കും എഴുതുന്നത്. വാർ ഓഫ് എന്തെങ്കിലും ഒരു ഏതാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അവിടെ അതായിരിക്കും ഇവിടെ എഴുതുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും എന്തായിരിക്കും? വേരിയൻസിൻ്റെ റൂട്ടായിരിക്കും. അതിനെ നമ്മൾ മ്യൂ എന്നാണ് പോപ്പുലേഷൻ സിഗ്മ എന്നാണ് പോപ്പുലേഷനെ നൊട്ടേറ്റ് ചെയ്യുന്നത്, എസ് എന്നാണ് സാമ്പിളിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്യാപിറ്റൽ പി സ്മോൾ പി പ്രപ്പോർഷൻ നൊട്ടേറ്റ് ചെയ്യും. ഇതൊന്നും അധികം നമുക്ക് യൂസ് ഉള്ള കാര്യമില്ല, എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നു ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് ഒരു വലിയ കുറച്ച് വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അതായത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ കാതലായിട്ടുള്ളൊരു ഭാഗമാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ ഇഫ് വി ടേക്ക് എ സാമ്പിൾ ഓഫ് സൈസ് n from a given population of size capital N, then we have NCN നമ്പർ ഓഫ് സാമ്പിൾസ്. അതായത് എനിക്കൊരു പോപ്പുലേഷൻ ക്യാപിറ്റൽ N നമ്പറുള്ള ഒരു ഐറ്റംസ് ഉള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് എനിക്ക് എന്തോ വാല്യൂസ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിളിൽ എത്ര ഐറ്റംസ് ഉണ്ട്? സ്മോൾ n ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സ്മോൾ n ഐറ്റംസ് ആയിട്ടുള്ള എത്ര സാമ്പിളുകൾ ഉണ്ടാക്കാൻ പറ്റും? NCN സാമ്പിളുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിരുന്നു. നമ്മൾ പണ്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നൊരു കണക്ക് പഠിച്ചിട്ടുണ്ടല്ലോ പ്ലസ് ടുവിനും, പ്ലസ് 1 പ്ലസ് 2 ടൈമിൽ. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ. അതിൻ്റെ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഒരു ഇത് ഞാൻ എടുത്തിട്ടായിരുന്നു ഇവിടെ. നോക്കി, ഇത് നോക്കി, ഇതിനകത്ത് ഈ കാണുന്നുണ്ടോ ഈ NPR നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ NCR. ഇപ്പോൾ 5CR ആണെങ്കിൽ 5 അടിക്കുക, ഷിഫ്റ്റ് നിൽക്കുക, ഈ പറയുന്ന ഒരു ഡിവൈഡിൻ്റെ ചിഹ്നം നിൽക്കുമ്പോൾ കണ്ടോ NCR കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് എനിക്ക് അത്രയ്ക്കും ഉള്ള എത്ര ക്യാപിറ്റൽ N ആണോ എത്ര സ്മോൾ n ആണോ എനിക്ക് തന്നേക്കുന്നത് അത് തന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ എത്ര സാമ്പിളുകൾ, എത്ര ടൈപ്പ് ഓഫ് സാമ്പിളുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റും. അതിന് ഞാനിവിടെ K എന്നാണ് വിളിച്ചേക്കുന്നത്. ആ ഒരു നമ്പർ അത് നമുക്ക് കാൽക്കുലേറ്റർ ഇട്ടോട് ചെയ്യാം, അല്ല അതിന് ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതിന് ഞാൻ K എന്നാണ് എനിക്ക് ഫൈനൽ കിട്ടിയ ആൻസറിനെ വിളിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോഴും എനിക്ക് ഓരോ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ആ വാല്യൂവിന് ഞാൻ എന്തെന്നാണ് പറയുന്നത്? സ്റ്റാറ്റിക് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ആ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഓരോ വാല്യൂ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കുമല്ലോ എനിക്ക് കിട്ടുന്നത്. ഇപ്പം തന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 5 വരെ വിളിച്ചെടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പോൾ ഒരു 178 സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ രണ്ടാമത്തെ ബാച്ചിനെ വിളിക്കുമ്പോൾ എനിക്ക് 179 സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ മൂന്നാമത്തെ ബാച്ചിനെ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 178.5 ആയിരിക്കും, അല്ലെങ്കിൽ 178.2 ആയിരിക്കും. ഇങ്ങനെയുള്ള മൈന്യൂട്ട് വ്യത്യാസമായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എത്ര എണ്ണം കിട്ടും? അങ്ങനെയുള്ള K നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്നത്. അതാണ് ഈ T1 T2 T3 എക്സെട്ര TK എന്ന് ഞാൻ എഴുതിയേക്കുന്നത്. അതെല്ലാം ഒരു റാൻഡം വേരിയബിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വേരിയബിൾ ഉപയോഗിച്ചൊരു ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഒന്ന് നോക്കി, എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? ഒരു ക്യാപിറ്റൽ നമ്പർ ഓഫ് ഐറ്റംസ് ഉള്ള ഒരു പോപ്പുലേഷൻ്റെ കുറച്ച് കാറ്റഗറീസ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സ്മോൾ n മെമ്പേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഐറ്റംസ് ഉള്ള ഒരു സാമ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സാമ്പിൾ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാറ്റിക് T കണ്ടുപിടിക്കുന്നു. അതിന് ഞാൻ T1 എന്ന് കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് അതേ സ്മോൾ n അളവിലുള്ള വീണ്ടും വേറൊരു സാമ്പിൾ കൂടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മാക്സിമം എത്ര സാമ്പിൾ ഉണ്ടാക്കാൻ പറ്റും? NCN സാമ്പിൾസ് ഉണ്ടാക്കാൻ പറ്റും. NCNൻ്റെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റർ ഇട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തെന്ന് ആൻസർ കിട്ടി? K എന്ന ആൻസർ കിട്ടി. അപ്പോൾ എനിക്ക് K ടൈംസ് ഞാനിത് ചെയ്ത് എന്ത് ചെയ്യുന്നു? വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് T1 T2 T3 എക്സെട്ര TK എന്ന് പറഞ്ഞ വാല്യൂസ് എനിക്ക് കിട്ടും. അതൊരു റാൻഡം വേരിയബിളായിട്ട് ബിഹേവ് ചെയ്യുകയും അത് ഒരു ഡിസ്ട്രിബ്യൂഷനിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആക്യുറേറ്റ് ആവാൻ വേണ്ടിയാണ് അല്ലേ? നമ്മൾ ഒരു 5 പേരെ മാത്രം എടുക്കുമ്പോഴത്തേക്ക് അത് ആ 5 പേരിൽ ഒതുങ്ങിപ്പോയി. അങ്ങനത്തെ 5 പേരുടെ എത്ര സെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും സെറ്റുകൾ മാറ്റിയും തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടാക്കി
അതിൽ നിന്ന് കിട്ടുന്ന ആവറേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും മോർ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഓഫ് കോഴ്സ് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എന്തായാലും ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എറർ ഉണ്ടാവും അല്ലേ? നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് എറർ. ഈ സ്റ്റാൻഡേർഡ് എറർ കുറച്ച് ടൈപ്പ് ഉണ്ട്. അതെങ്ങനെയാണ്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ, അതുപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, സ്റ്റാൻഡേർഡ് ടി ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റുഡൻറ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് കുറച്ച് എററുകളുണ്ട്. ഇത് ഞാൻ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവും. അതിനുവേണ്ടി ഞാൻ കാര്യം പറഞ്ഞുതരാം. നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഇക്വേഷൻസ് താഴോട്ട് തന്നിട്ടുണ്ട്. അതായത് കണ്ടോ, ഇതൊരു ഇക്വേഷനാണ്. അതുപോലെ തന്നെ ഇത് വേറൊരു ഇക്വേഷനാണ്, ഇതൊരു ഇക്വേഷനാണ്, ഇതൊരു ഇക്വേഷനാണ്, ഇതൊരു ഇക്വേഷനാണ്. അതുപോലെ തന്നെ ഇതൊരു ഇക്വേഷനാണ്. ഇതൊക്കെ ഇക്വേഷൻസ് ആണ്. ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ 7 ഇക്വേഷൻസ് കണ്ടല്ലേ? 8 ഇക്വേഷൻസ് കണ്ടു. കാര്യം ഇവിടെ നമ്മൾ കൂട്ടിയില്ല ഒരെണ്ണം. 8 ഇക്വേഷൻസ് കണ്ടു. ഈ ഇക്വേഷൻസ് എല്ലാം എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയും? എന്തായാലും എനിക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യുന്ന പ്രോബ്ലത്തിൽ എന്തായാലും എനിക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സിഗ്മ നോൺ ആവുമ്പം, അതുപോലെ തന്നെ എന്തുവാണ് പോപ്പുലേഷൻ്റെതാണ്, അല്ലെങ്കിൽ 2 പോപ്പുലേഷൻ ഉണ്ടോ? ഇവിടെ നോക്കിയേ, ഈ ഇക്വേഷനകത്ത് ക്യാപിറ്റൽ എന്നും ഉണ്ട് സ്മോൾ എന്നും ഉണ്ട്. അതായത് പോപ്പുലേഷൻ്റെ സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, സാമ്പിളിൻ്റെ സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോപ്പുലേഷനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. മറിച്ചത് ഈ ഇക്വേഷൻ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഇവിടെ N1 N2 ഉണ്ട്. ദാറ്റ് ഈസ് സ്മോളിൻ്റെ, ഇതാണ് ഞാൻ പറയുന്നത്, സ്മോൾ N1 സ്മോൾ N2 ഉണ്ട്. അതായത് 2 സാമ്പിളുകളുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ മാറുന്നുണ്ടോ? ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും ഓരോ ഇക്വേഷനാണ്. ഞാൻ ഇതിവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിന് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. താഴോട്ട് പോകുമ്പോൾ ഞാനത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, തൽക്കാലം നിങ്ങളിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ സ്റ്റാറ്റിക്കൽ ഇൻഫറൻസ് നമ്മൾ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസും. നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്നും എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കാനുള്ളത്, പക്ഷേ മറ്റേതും കൂടെ അറിഞ്ഞാലേ നമുക്ക് അതിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. എസ്റ്റിമേഷൻ ഈസ് ദ estimation is concerned with the estimation of population parameters from the sample statistics. The sample statistics need to estimate population parameters are called estimators, and the value of these population parameters are called estimates. അതായത് എനിക്കൊരു പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സാമ്പിളിൻ്റെ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്ന ആ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സാണ് എസ്റ്റിമേറ്റേഴ്സ്. ഞാൻ യൂസ് ചെയ്യുന്ന സാമ്പിൾ സ്റ്റാറ്റിക്സ് വി നീഡ് ടു എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. അതായത് പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാമ്പിളിൻ്റെ പാരാമീറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റിമേറ്റേഴ്സ്. അവരാണ് കണ്ടുപിടിക്കാനുള്ള ആൾക്കാർ. അങ്ങനെ ആ സാമ്പിളിൻ്റെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഞാൻ ആരെയാണ് കണ്ടുപിടിക്കുന്നത്? പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെയാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സാണ് ആര്? എസ്റ്റിമേറ്റേഴ്സ്. മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. എനിക്ക് ഒരു പോപ്പുലേഷൻ്റെ മീൻ കണ്ടുപിടിക്കണം. മീൻ എന്താണ്? പാരാമീറ്ററാണ് കേട്ടോ. ആ പാരാമീറ്ററിനെ എനിക്ക് കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു? സാമ്പിളിൻ്റെ മീൻ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും അതുപോലെ തന്നെ മീനിനെയൊക്കെയാണ് എന്താണ് വിളിക്കുന്നത്? എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കും. അതുപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചത് ആരെയാണ്? പോപ്പുലേഷൻ്റെ മീനിനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയൊക്കെ ആയിരിക്കും കണ്ടുപിടിച്ചേക്കുന്നത്. അതിനെ ഞാൻ വിളിക്കും എസ്റ്റിമേറ്റർ. മനസ്സിലായോ? അതുപോലെ തന്നെ
If the estimators of a population parameters has a single value, then the estimate is called point estimate. ഞാൻ ഒരേ ഒരു വാല്യൂ ആണ് അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ എന്താണെന്ന് നമുക്ക് പറയാം, പോയിൻ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാം. ഈ ഒരു സെക്ഷൻ നമ്മൾ നല്ലോണം നോക്കണം. ഏറ്റവും സിമ്പിളായിട്ട് ബേസായിട്ട് പറഞ്ഞു പോകുന്ന സെക്ഷനാണ്. ഇത് മനസ്സിലായാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതാ നോക്കിയേ, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ സാമ്പിൾ മീൻ. ഒരു സാമ്പിൾ മീനിൻ്റെ മീനും വേരിയൻസും എങ്ങനെ കണ്ടുപിടിക്കും? മീനും വേരിയൻസ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ മീൻ എന്ന് എഴുതുന്നത് ഇ ആണ്, വേരിയൻസ് എന്ന് എഴുതുന്നത് വാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്തിൻ്റെ ആണോ കണ്ടുപിടിക്കുന്നത് അതാണ് ഈ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നത്. ഇപ്പം ഞാനിവിടെ ഇ ഓഫ് പി എന്നാണ് എഴുതുന്നതെങ്കിൽ ഈ ഇ എന്ന് ഉദ്ദേശിക്കുന്നത് മീനിനെയാണ്. മീൻ ഓഫ് പി എന്ന് പറയുന്ന ആളുടെ മീനിനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ക്വസ്റ്റ്യൻ എന്തുവാണ്? മീൻ ആൻഡ് വേരിയൻസ് ഓഫ് സാമ്പിൾ മീനെ നമ്മൾ എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യേണ്ടത്? എക്സ് ബാർ എന്നല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്? അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോണത്. മീൻ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? മീൻ. എന്തിൻ്റെ മീൻ? സാമ്പിൾ മീൻ്റെ മീൻ. ഓക്കെ. അതുപോലെ എക്സ് ബാർ ആരാണ്? സാമ്പിൾ മീൻ, അതിൻ്റെ വേരിയൻസ്. സാമ്പിൾ മീൻ്റെ വേരിയൻസും സാമ്പിൾ മീൻ്റെ മീനുമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതൊന്നുമില്ല, ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്താണോ സാമ്പിൾ മീൻ്റെ മീൻ എന്ന് പറയുന്നത്, നമ്മുടെ പോപ്പുലേഷൻ്റെ മീൻ എന്താണ്, അതാണ് സാമ്പിൾ മീൻ്റെ മീൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി. അതുപോലെ എന്താണ് സാമ്പിൾ മീൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്? സാമ്പിൾ മീൻ്റെ പോപ്പുലേഷൻ്റെ വേരിയൻസ് ഡിവൈഡഡ് ബൈ സാമ്പിളിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ കാണാതെ പഠിച്ച് വെച്ചേക്കുക. കാര്യം ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, താഴോട്ട് പഠിച്ചു പോകാൻ പറ്റൂ. ഒന്ന് നോക്കിക്കേ, ഒന്ന് കൺസിഡർ എ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. ലെറ്റ് എക്സ് ബാർ ബി ദ മീൻ ഓഫ് എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n drawn from the population. എനിക്ക് ഒരു പോപ്പുലേഷൻ്റെ മീൻ മ്യൂ ആണെന്നും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്നും തന്നിട്ടുണ്ട്. ആ പോപ്പുലേഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സാമ്പിൾ ഡ്രോൺ ചെയ്യുകയാണ്. എന്താണ് ആ ഡ്രോൺ ചെയ്യുന്ന സാമ്പിളിൻ്റെ പ്രത്യേകത? മീൻ മീൻ എക്സ് ബാർ ആയിട്ടും സൈസ് n ആയിട്ടും വരുന്നൊരു സാമ്പിളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സാമ്പിൾ മീനിൻ്റെ മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ ആയിരിക്കും. സാമ്പിൾ മീനിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ n ആയിരിക്കും. ഇത് കാണാതെ പഠിച്ച് വച്ചോണം. അടുത്തത് നമുക്കൊരു പ്രോബ്ലം. എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 225. അവിടെ വെച്ച് തന്നെ പറഞ്ഞേ, ആരൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ്, സാമ്പിളിൻ്റെ സൈസ് തന്നിരിക്കുന്നത്. സാമ്പിളിൻ്റെ സൈസിനെ എന്തെന്ന് വിളിക്കാനാണ് ഞാൻ പറഞ്ഞത്? n ഈക്വൽ ടു 225. ഓക്കെ, ഇനി എന്ത് തന്നിട്ടുണ്ട്? ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ 100. പോപ്പുലേഷൻ്റെ മീൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആര് തന്നിട്ടുണ്ട്? മ്യൂ ആരാണെന്ന് തന്നിട്ടുണ്ട്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ആരാണെന്ന് തന്നിട്ടുണ്ട്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ മീൻ. ഫൈൻഡ് മീൻ എന്ന് പറയുമ്പോൾ ആര്? ഇ. ആൻഡ് വേരിയൻസ് എന്ന് പറയുമ്പോൾ വാർ. ഓഫ് ആരുടെയാണ് തന്നേക്കുന്നത്? ഓഫ് സാമ്പിൾ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിൻ്റെ മീൻ എക്സ് ബാറിൻ്റെ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്തുവാണ്? മ്യൂ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച് മ്യൂ ആരാണെന്ന് തന്നിട്ടുണ്ട്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്തുവാണ്? സിഗ്മ സ്ക്വയർ ബൈ n. സിഗ്മ ആരാണെന്ന് തന്നിട്ടുണ്ട്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. 20 സ്ക്വയർ ബൈ n ആരാണെന്ന് തന്നിട്ടുണ്ട്? 225. കാൽക്കുലേറ്റ് ഇട്ട് കൊടുക്കുക, ചെയ്യുക കേട്ടോ. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ലായിരിക്കും, എന്നാലും നമുക്ക് പഠിക്കാൻ കാര്യം. ബേസ് പഠിക്കാതെ നമ്മൾ മുകളിലോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എന്താ നോക്കിയേ, ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ. നമ്മൾ ആ ഇക്വേഷൻ എഴുതിയ സമയത്ത് ഒരു സ്ക്വയർ ഞാൻ വേരിയൻസ് എന്നാണ് എടുത്തത്. നമ്മൾ എന്തായിരുന്നു ഇക്വേഷനിൽ പഠിച്ചത്? വേരിയൻസ് എന്നായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നായിരുന്നു താഴെ എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മൾ ഇക്വേഷനിൽ എന്താ ഉള്ളത്? വേരിയൻസ് എന്നാണ് ഉള്ളത്. അത് മാറ്റി ഒന്ന് ചെയ്ത് നോക്കണേ.
ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ ലിമിറ്റ് തിയറം ആണ്. സെൻട്രൽ ലിമിറ്റ് തിയറം എന്താ പറയുന്നത്? ഇഫ് എക്സ് ബാർ ഈസ് എ മീൻ ഓഫ് എ സാമ്പിൾ ഓഫ് സൈസ് സ്മോൾ എൻ ടേക്കൺ ഫ്രം എ പോപ്പുലേഷൻ ഹാവിംഗ് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ദെൻ z is equal to x bar minus mu by standard error is a random variable which distribution function approaches to standard normal distribution as n tends to infinity. അതായത് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷനിലിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂസും ഇതെല്ലാം ചിലപ്പോൾ വലുതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതായിരിക്കാം, കുറച്ച് ടഫാണ്. അപ്പോൾ ആ ടഫ്നെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? നമ്മുടെ എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യും. എപ്പോഴാണ് നമ്മൾ എക്സിനെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ, അതായത് അത്രയ്ക്കും വലിയൊരു വാല്യൂവിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്യുന്ന നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ എന്തായാലും ഒരു എക്സ് കാണും. അതിനെ നിങ്ങൾക്ക് ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ തന്നേക്കുന്ന എക്സിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ പോപ്പുലേഷൻ്റെ മീൻ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ആ സിറ്റുവേഷനിൽ ഒരു 8 സിറ്റുവേഷൻ ഉണ്ടല്ലേ, ആ 8 സിറ്റുവേഷനിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നിയ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ ഇക്വേഷൻ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഇവിടെ എക്സ് പാരം തന്നേക്കുന്നത് അതിൻ്റെ ജനറൽ ഫോമുലയാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എക്സ് ആയിട്ടായിരിക്കും തന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതൊക്കെ അവിടെ നിങ്ങൾ ഇത് ഇത്രയാണ് നമ്മൾ തന്നേക്കുന്ന വാല്യൂവിൽ നിന്നും മീൻ മൈനസ് ചെയ്യുക, പോപ്പുലേഷൻ്റെ മീൻ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നോക്കിയേ. അതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ലായിരിക്കും. ഒരു പ്രോബ്ലം എത്തുമ്പോൾ മനസ്സിലാവും. ഒരു പ്രോബ്ലം എന്തായാലും നിർത്തിയിട്ട് ഈ ക്ലാസ് ചെയ്യാൻ വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. നോക്കി, കോൺഫിഡൻസ് ലെവൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് തന്നേക്കുന്നൊരു വാല്യൂ, അത് അതിൻ്റെ ഒരു ഇൻ്റർവെൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ കോൺഫിഡൻസ് ലെവൽ യൂസ് ചെയ്യുന്ന. ആ ഇൻ്റർവെൽ എപ്പോഴും എന്തായിരിക്കും? 1 - ആൽഫയ്ക്ക് ഈക്വൽ ആയിരിക്കും. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിഗ്നിഫിക്കൻസ് ലെവലാണ്. അത് കുറച്ച് സ്റ്റാൻഡേർഡ് സിഗ്നിഫിക്കൻസ് ലെവലുണ്ട്, അത് നമുക്ക് കാണാതെ പഠിച്ച് വെച്ചേക്കാം. അല്ലാതെ നമുക്കൊരു ടേബിളുണ്ട്, ആ ടേബിൾ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇഷ്യൂ ചെയ്തേക്കാം കേട്ടോ. വീഡിയോയിൽ നോക്കട്ടെ, ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലെങ്കിലും അത് ആഡ് ചെയ്തേക്കാം. ഇത് നോക്കി, C1 മുതൽ C2 വരെയാണ് എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. തീറ്റ എടുത്തേക്കുന്നേ ഉള്ളത് എക്സ് ആവാം, ഇസഡ് ആവാം, എന്തും ആവാം. അതിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുന്നത്? ഈക്വൽ ടു 1 - ആൽഫ എന്ന് പറയും കേട്ടോ. അതാണ് കോൺഫിഡൻസ് ലെവൽ. നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുമാണ്, നമുക്കൊരു പ്രോബ്ലം എത്തുമ്പോൾ മനസ്സിലാവും. അതായത് നോക്കി, ഇങ്ങനെയായിരിക്കും നമ്മളെ മിക്കവാറും കർവുകളൊക്കെ വരുന്നത്. കണ്ടോ? ഈ ഒരു ഇങ്ങനെ പൊങ്ങിയത് അതിനൊരു ബെൽ ഷേപ്പ് കർവായിരിക്കും. അതിൻ്റെ ഈ താഴെ നീണ്ടു പോണ ആ ഒരു വര നമ്മുടെ എക്സ് ആക്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? തൊട്ടില്ല എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. അതിൻ്റെ 2 ഹാഫ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ നമ്മൾ ഈ തൊട്ടില്ലെന്ന് പോകുന്ന ആ ഭാഗം വരെ നമ്മൾ എടുക്കുന്ന ആ ഒരു അളവാണ് 1 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. മൊത്ത കർവ് അതിനകത്ത് ഇവിടെ നമുക്ക് ഒരു എറർ ഉണ്ടാവും, ഇച്ചിരി തൊട്ടില്ലാന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കർവ് നമ്മൾ മിക്കവാറൊക്കെ നമ്മൾ ഈ ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ കർവ് നമ്മൾ കാണുന്നത്. അതിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിടുന്ന കോൺഫിഡൻസ് ലെവൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ബാറിൽ നിന്ന് ഇസഡ് ആൽഫ ബൈ 2 എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ, എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. എന്താണ് ഈ ഇസഡ് ആൽഫ ബൈ 2? ഒന്നുമില്ല, നമുക്ക് കോൺഫിഡൻസ് ലെവൽ ക്വസ്റ്റ്യനിൽ തന്നേക്കും. ഒന്നീ 90%, 95%, 99% എന്നൊക്കെ തന്നേക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 വാല്യൂസ് കാണാതെ പഠിച്ച് വെച്ചേക്കുക. 90% ക്വസ്റ്റ്യനിൽ തരുന്നെങ്കിൽ നിങ്ങൾ ഇസഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ 1.645 ഇടുക. 95% ആണ് തരുന്നെങ്കിൽ 1.96 ഇടുക. 99% ആണ് തരുന്നെങ്കിൽ 2.58 ഇടുക. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺഫിഡൻസ് ലെവലിൻ്റെ ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി കാണൂല, എനിക്കറിയാം. ടി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ടി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഇസഡ് ആൽഫ ബൈ 2ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ടി ആൽഫ ബൈ 2 എടുക്കുന്നു. കുഴപ്പമില്ല, ഒരൊറ്റ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ക്ലിയർ ആവും. ഇതാ നോക്കി, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇനി ലാർജ് ആവുകയാണെങ്കിൽ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമോ എന്നുള്ളതും, സ്മോൾ ആവുകയാണെങ്കിലും സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ എന്താവും എന്നൊക്കെ ഉള്ളതൊന്ന് വായിച്ച് നോക്കുക. ഞാൻ എന്തായാലും ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. കാര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരൊറ്റ പ്രോബ്ലം മാത്രം നമുക്ക് നോക്കാം. എ സാമ്പിൾ ഓഫ് 50 ഐറ്റംസ് പറഞ്ഞേ, ആര് തന്നിട്ടുണ്ട്? സാമ്പിൾ ഓഫ് 50 ഐറ്റംസ് എന്ന് പറയുമ്പം സാമ്പിളിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. ആരാണ്?
സ്മോൾ എൻ ദാറ്റ് ഈസ് 50 ഐറ്റംസ്. ഞാൻ ഇവിടെ എഴുതുന്നില്ല, മുകളിലോട്ട് എഴുതാവേ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമല്ലോ. സാമ്പിൾ ഓഫ് 50 ഐറ്റംസ് ദാറ്റ് ഈസ് സ്മോൾ എൻ തന്നിട്ടുണ്ട്. ആരെന്ന് തന്നിട്ടുണ്ട്? 50 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ ടേക്കൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിട്ട് തന്നിട്ടുണ്ട്? 16 ആയിട്ട് തന്നിട്ടുണ്ട്. എന്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ 16 ആയിട്ട് തന്നിരിക്കുന്നത്? പോപ്പുലേഷൻ്റെ ദാറ്റ് ഈസ് സിഗ്മ എന്തായിട്ട് തന്നിട്ടുണ്ട്? 16 ആയിട്ട് തന്നിട്ടുണ്ട്. ഗിവൺ എ മീൻ gave a mean 52.5 that is എന്ത് a sample of 50 items taken from a population with a standard deviation 16. ഒരു സാമ്പിള് 50 ഐറ്റംസ് ഉള്ള ഒരു സാമ്പിള് എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16 ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഗേവ്സ് അപ്പോൾ എന്ത് കിട്ടി? മീൻ 52 കിട്ടി. മീൻ അപ്പോൾ ആരുടെ മീനാണ് 52 കിട്ടിയത്? ഞാൻ എന്താണ് എടുത്തത്? സാമ്പിൾ 50 എടുത്തു. പോപ്പുലേഷൻ ഏത് പോപ്പുലേഷനാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16 ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് 50 ഐറ്റംസ് ഉള്ളൊരു സാമ്പിൾ എടുത്തു. ഗീവ്സ് എന്ന് പറയുമ്പോൾ ഈ സാമ്പിൾ ഗീവ്സ് എന്താണ്? 52.5. അതിൻ്റെ മീൻ സാമ്പിൾ മീൻ ഗീവ്സ് മീൻ എന്തെന്ന്, അതായത് സാമ്പിൾ മീൻ ഗീവ്സ് 52.5 കിട്ടി. ഫൈൻഡ് 95% കോൺഫിഡൻസ് ലെവൽ ഓഫ് ഇൻ്റർവൽ ഓഫ് പോപ്പുലേഷൻ മീൻ. അപ്പോൾ എന്താണ് കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കോൺഫിഡൻസ് ഇൻ്റർവൽ എങ്ങനെയാണെന്ന് ഞാൻ മനതാ അടക്കുന്നു. എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. ഇത്രയേ ഉള്ളൂ. ഇതിൽ എക്സ് ബാർ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവേണേ. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എക്സ് ബാർ മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ 52.5 മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ആരാണ്? 95% കോൺഫിഡൻസ് ലെവലാണ്. എന്നാണ് ഇവിടെ ഉണ്ട് 95% കോൺഫിഡൻസ് ലെവൽ. 95% കോൺഫിഡൻസ് ലെവൽ ആകുമ്പോൾ 1.96 ആണ് എൻ്റെ വാല്യൂ. 1.96 ഇൻറ്റു ആര്? ഇതിൻ്റെ കൂടെയാണ് ഇൻറ്റു ആര്? സ്റ്റാൻഡേർഡ് എറർ. എങ്ങനെ കണ്ടുപിടിക്കും? ആ 8 ഇക്വേഷനിൽ ഏതാണ് എൻ്റെ ഇക്വേഷൻ എന്ന് എങ്ങനെ അറിയും? ഇതാ നോക്കിയേ, അതായിരുന്നു ആ 8 ഇക്വേഷൻ. സിഗ്മ ബൈ √n റൂട്ട് ഓഫ് ക്യാപിറ്റൽ N മൈനസ് എൻ ബൈ സ്മോൾ n മൈനസ് ക്യാപിറ്റൽ N മൈനസ് 1. ഇതിൽ ക്യാപിറ്റൽ N തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ആ ഇക്വേഷൻ നോക്കണ്ട, നമുക്ക് അറിഞ്ഞൂടാ. എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ N മൈനസ് 1 എസ് സ്മോൾ എസ് തന്നിട്ടുണ്ടോ? സ്മോൾ എസ് ഇല്ലല്ലോ. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ഇവിടെ നോക്കി, ഈ ഇക്വേഷൻ നോക്കി, സിഗ്മ തന്നിട്ടുണ്ട്. സാമ്പിളിൻ്റെ സൈസ് 50 തന്നിട്ടുണ്ട്. ഇവിടെ പിയും ക്യൂ ഒക്കെയാണ് തന്നേക്കുന്നത്. ഇവിടെ 2 സാമ്പിളുണ്ട്, ഇവിടെയും 2 സാമ്പിളുണ്ട്, ഇവിടെയും 2 സാമ്പിളുണ്ട്. അപ്പോൾ ഇതൊന്നും എന്തായാലും പറ്റൂല, 2 സാമ്പിളിൻ്റെ കേസാണ്. ഇവിടെ നാ നോക്കി, ഇത് പറ്റും. ഈ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്? എസ് ബൈ √n. നോക്കി, എസ് ബൈ √n വായിക്കാം, അല്ലെങ്കിൽ ഞാൻ ഏതാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നോക്കി, എസ് ബൈ √n ആണ് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിലെനിക്ക് ഈ എസ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അത് തന്നിട്ടില്ല. അത് തന്നിട്ടില്ലാത്ത പക്ഷേ ആരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ എടുക്കും? സിഗ്മ ബൈ √n എന്നുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ എടുക്കും. അതിൻ്റെ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോമുല ഞാൻ എടുക്കും. ഓക്കെ, എസിന് പകരം സിഗ്മ ആയിട്ടുള്ള സിഗ്മ അൺനോൺ ആയിട്ടുള്ള കേസിലാണ് ഇങ്ങനെ. സിഗ്മ നോൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കി, നിങ്ങൾ ആ ഇക്വേഷൻസ് ജസ്റ്റ് നോട്ട്ബുക്കിലോട്ട് എഴുതി ആ ഇക്വേഷൻസ് ഒന്ന് ഫെമിലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ ഇൻറ്റു സിഗ്മ ആരാണ് തന്നേക്കുന്നത്? 16 ബൈ √n ആര്? 50. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഇതേ സാധനം തന്നെ പ്ലസ് ഇട്ട് ചെയ്ത് നോക്കുക. അതാണ് ഈ എഴുതിയേക്കുന്നത് ഈ ആൾക്കാർ. ഞാൻ ഇതങ്ങ് മായ്ക്കുകയാണേ. ഇതാ നോക്കിയേ, കണ്ടോ? ഇനി അടുത്ത് നോക്കിയേ, എ സാമ്പിൾ ഓഫ് 100 ഐറ്റംസ് ഗേവ് മീൻ. എ സാമ്പിൾ ഓഫ് 100 ഐറ്റംസ് ഗേവ് മീൻ, അതായത് സ്മോൾ n എന്ന് പറയുന്ന ആര്? ഞാനിവിടെ വരയ്ക്കാം, ഇനി എഴുതണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഫെമിലിയർ ആയി, എന്നാലും നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്, നമുക്കൊരു ബുദ്ധിമുട്ട് കാണും. പേടിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാം കേട്ടോ.
അപ്പോൾ അത് നോക്കി സാമ്പിളിൻ്റെ ഐറ്റംസ് 100 ഐറ്റംസ് ഉണ്ട്, സ്മാൾ ആൻഡ് 100 ആണ് തന്നിട്ടുണ്ട്. ഗേവ് മീൻ എന്താണ് തരുന്നത്, ഏതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്, സാമ്പിൾ മീൻ എന്ന് തട്ടി സാമ്പിളിൻ്റെ മീനാണ് എനിക്ക് തന്നേക്കുന്നത് എക്സ് ബാർ. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആരാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് തന്നിട്ടുണ്ട്, 1.2 ആണെന്ന് തന്നിട്ടുണ്ട്. കോൺഫിഡൻസ് ലെവൽ 95 തന്നിട്ടുണ്ട്. കോൺഫിഡൻസ് ലെവൽ 95 ഇസഡ് ആൽഫ ബൈ 2 1.96 ആയിരിക്കും. സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കണ്ടുപിടിക്കും, ഇവിടെ തന്നിരിക്കുന്ന സിഗ്മ നോൺ ആണോ, അല്ല സിഗ്മ അൺനോൺ ആണ്. സിഗ്മ അൺനോൺ ആണെങ്കിൽ ഈ ഇക്വേഷൻ സെയിം ആണ് കേട്ടോ, സ്റ്റാൻഡേർഡ് എററിനുള്ള ഈക്വേഷൻ സെയിം ആണ്. അത് സിഗ്മ നോൺ ആവുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ ബൈ റൂട്ട് 10, സിഗ്മ അൺനോൺ ആണെന്ന് എസ് ആണ് നോണെങ്കിൽ എസ് ബൈ റൂട്ട് 10. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എസ് ബൈ റൂട്ട് 10 എക്സ് ബാർ മൈനസ് 1.96 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ ചെയ്ത് നോക്കുക, ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയുക. ആ ഒരു പോർഷൻ മാത്രം നമുക്ക് എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം. ഓക്കെ.